മലയാളത്തിൽ ആദ്യമായി കുംഭമേളയെ ആസ്പദമാക്കി ഗാനമൊരുക്കി ഡോക്ടർ ദമ്പതികൾ. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയിൽ പങ്കെടുത്ത ശേഷമാണ് ഗാനം ചിത്രീകരിച്ചത്. ഗാനം ആലപിച്ചിരിക്കുന്നത് ഡോക്ടർ കൃഷ്ണപ്രിയ തന്നെ. ഭാരതീയ സംസ്കാരത്തെ മുൻനിർത്തി ലോകരാജ്യങ്ങളോട് ഇവിടുത്തെ മഹിമ വിളിച്ചോതുന്ന മഹാകുംഭമേള കാലത്തെ വെല്ലുന്ന ഈ ആത്മീയ യാത്രയുടെ പരമമായ ലക്ഷ്യവും ആത്മസാക്ഷാത്കാരം. അത്തരത്തിൽ കുംഭമേള ഒരു ആത്മീയ അനുഭവമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ വിഷ്ണുവും ഭാര്യ ഡോക്ടർ കൃഷ്ണപ്രിയയും കുംഭമേളയെ അടിസ്ഥാനമാക്കി ഗാനം ആവിഷ്കരിച്ചിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും കൂടി, അതായത് ഞാനും ഹസ്ബൻഡും കൂടി ഞങ്ങൾക്കൊരു അവസരം കിട്ടി കുംഭമേളയ്ക്ക് പോകാനായിട്ട്. ആദ്യമായിട്ടാണ് പോകുന്നത്. പോയപ്പോൾ അവിടുത്തെ ഒരു ആത്മീയമായിട്ടുള്ള അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഹസ്ബൻഡിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഇങ്ങനെ ഒരു സോങ് ചെയ്താലോ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ചെയ്യാം എന്നുള്ളൊരു രീതിയിലെത്തി. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, അനിൽ തിരുവഴ എന്ന് പറഞ്ഞിട്ട്. സാറ് ഈ പാനസോണിക് ലൂമിക്സിൻ്റെ മെൻഡറാണ്. സാർ അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ എഴുതുന്നതാണ്. അപ്പോൾ സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പെട്ടെന്ന് എഴുതി തന്ന ഒരു വരികളാണത്. അതിൽ ബിജു ബെയ്ലി എന്ന് പറയുന്ന സാറാണ് നമുക്ക് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തത്. ചെയ്തു വന്നപ്പോൾ അതൊരു നല്ലൊരു പാട്ടായിട്ട് മാറുകയായിരുന്നു. ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക ഭൂമിക കൂടി തീർത്ഥാടകർക്ക് അനുഭവിക്കാൻ കഴിയുന്നിടത്താണ് മഹാകുംഭമേള വേറിട്ട് നിൽക്കുന്നതെന്ന അനുഭവ സാക്ഷ്യം കൂടി ഇവർക്കുണ്ട്. നമ്മുടെ ഭൈരവസ്വാമിയാണല്ലോ, അല്ലെങ്കിൽ ശിവനാണ് അതിൻ്റെ ഒരു ഭഗവാനായി കണക്കാക്കുന്നത്. അതായത് നമ്മൾ അവിടെ പോകുമ്പം ഒന്നും അല്ല. കാശിയിൽ പോകുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേടിയതോ നമ്മൾ കണക്കാക്കിയതോ നമ്മൾ കൂടെ നടക്കുന്നതോ നമ്മളുടെ ഡ്രസ്സോ ഒന്നും അല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ശബരിമല എത്തുമ്പോൾ ഉള്ള തിരിച്ചറിവാണ് കുംഭമേളയിലും ഉണ്ടാവുന്നത്. ആ തിരിച്ചറിവിൽ എന്ത് ചെയ്യുക, ഉണ്ടാവുന്ന ഒരു ചെറിയൊരു ഞങ്ങളുടെ പൂവക്കൾ അർജിക്കുന്നത് പോലെ ഒരു അർച്ചന മാത്രമാണ് ഈ പാട്ട്. മലയാളത്തിലെ ആദ്യത്തെ കുംഭമേള ഗാനമാണ് ഇവർ ഒരുക്കിയത്. ഇതിനോടകം തന്നെ ഗാനം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. ജനം, കൊച്ചി.